ഓം ശാന്തി 28/11/2024. ബാബ ഇന്ന് പറഞ്ഞത് ഇതാണ്: മധുരമായ കുട്ടികളെ, നിങ്ങൾ ഒരു ബാബയിൽ നിന്ന് തന്നെ കേൾക്കണം. മാത്രമല്ല, കേട്ടതിനു ശേഷം അത് മറ്റുള്ളവരെ കേൾപ്പിക്കുകയും വേണം. ചോദ്യം: ബാബ നിങ്ങൾ കുട്ടികൾക്ക് മറ്റുള്ളവരെ കേൾപ്പിക്കുന്നതിന് വേണ്ടി ഏതൊരു അറിവാണ് നൽകിയിരിക്കുന്നത്? ഉത്തരം: നിങ്ങൾ ആത്മാക്കൾ എല്ലാവരും സഹോദരങ്ങളാണ് എന്ന അറിവാണ് ബാബ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. ഈ കാര്യം നിങ്ങൾ എല്ലാവരെയും കേൾപ്പിക്കൂ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് മുഴുവൻ വിശ്വത്തിലുമുള്ള സഹോദരങ്ങളുടെ മംഗളം ചെയ്യണം. നിങ്ങൾ തന്നെയാണ് ഈ സേവനത്തിൽ നിമിത്തമായിരിക്കുന്നത്. ആത്മാവിൻ്റെ പരിചയം ആത്മാവ് തന്നെയാണ് നൽകുന്നത്. ആദ്യം ജ്ഞാനമാണ്, പിന്നീട് ഭക്തി. ജ്ഞാനം പകലും ഭക്തി രാത്രിയുമാണ്. പിന്നീട് നമ്മൾ ജ്ഞാനത്തിന് ഉപരിയായി വിജ്ഞാനമാകുന്ന നമ്മുടെ ശാന്തിധാമത്തിലേക്ക് പോകും. നിങ്ങൾക്ക് ബാബയിൽ നിന്നല്ലാതെ ഇപ്പോൾ മറ്റാരിൽ നിന്നും ഒന്നും കേൾക്കേണ്ടതില്ല. വൈകുണ്ഠത്തിൻ്റെ അധികാരി എത്ര മധുരമാണ്! ബാബ തന്നെയാണ് സത്യുഗി രാജധാനിയിലെ പരമ്പരയുടെ സ്ഥാപന ചെയ്യുന്നത്. ബാബ പറയുകയാണ്: ബ്രഹ്മാവിൻ്റെ കുട്ടികൾ കുമാരി കുമാരന്മാരെല്ലാം സഹോദരീ സഹോദരങ്ങളാണ്. ഇത് പവിത്രമായ ബന്ധമാണ്. സ്വദർശന ചക്രത്തെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളുടെ പാപം ഇല്ലാതാകും. ഇതാണ് നിങ്ങളുടെ ഓർമ്മയുടെ അഹിംസക ചക്രം. ധാരണയ്ക്ക് പറഞ്ഞ പോയിന്റ്: ഇവിടെ വെച്ചു തന്നെ മുഴുവൻ കണക്കുവഴക്കുകളും സമാപ്തമാക്കി അരക്കൽപ്പത്തേക്കുള്ള സുഖം സമ്പാദിക്കണം. ഈ പഴയ ലോകത്തിൽ ഇപ്പോൾ ഹൃദയം വെക്കരുത്. ഈ കണ്ണുകൾ കൊണ്ട് എന്തെല്ലാം കാണുന്നുവോ അതിനെയെല്ലാം മറക്കണം. അടുത്ത പോയിന്റ്: മായ വളരെ ശക്തിശാലിയാണ്. അതിൽ നിന്നും വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. പഠിപ്പിൽ മത്സരിച്ച് മുന്നോട്ടു പോകണം. ഒരേയൊരു ബാബയിൽ നിന്നു തന്നെ കേൾക്കണം. ബാബയിൽ നിന്ന് കേട്ട് തന്നെ മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കണം. വരദാനം: പരിധിയില്ലാത്ത ദൃഷ്ടി മനോവൃത്തി സ്ഥിതിയിലൂടെ സർവർക്കും പ്രിയപ്പെട്ടവരാകുന്ന ഡബിൾ ലൈറ്റ് മാലാഖയായി ഭവിക്കൂ. മാലാഖമാരെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവരായി തോന്നുന്നു. എന്തെന്നാൽ മാലാഖമാര് സർവരുടെയും ആകുന്നു. ഒന്നോ രണ്ടോ പേരുടെയല്ല. പരിധിയില്ലാത്ത ദൃഷ്ടി മനോവൃത്തി പരിധിയില്ലാത്ത സ്ഥിതിയുള്ള മാലാഖ സർവാത്മാക്കളെയും പ്രതി പരമാത്മാ സന്ദേശവാഹകരാണ്. അതായത് ഡബിൾ ലൈറ്റ്, സർവരുടെയും ബന്ധം ഒരു ബാബയോട് യോജിപ്പിക്കുന്നയാള്, ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ സംബന്ധത്തിൽ നിന്നും വേറിട്ടയാള്, സ്വയത്തെയും സർവരെയും തൻ്റെ ചലനത്തിലൂടെയും മുഖത്തിലൂടെയും ബാബയ്ക്ക് സമാനമാക്കുന്നയാള്, സർവരെയും പ്രതി മംഗളകാരി. ഇങ്ങനെയുള്ള മാലാഖയാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ. സ്ലോഗൻ: എപ്പോഴാണോ താങ്കളുടെ രൂപത്തിലൂടെ ബാബയുടെ സ്വഭാവം കാണപ്പെടുക, അപ്പോൾ സമാപ്തി ഉണ്ടാകും. ഓം ശാന്തി.